അങ്ങനെ അടുത്ത ദിവസം വരെ ചൈന എന്ന ശക്തിയെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് വീമ്പടിച്ചിരുന്ന ട്രംപ് ഇന്നലെ ചൈനയിലെത്തി. ഒരു വർഷം മുമ്പ് ചൈന എന്ന ശക്തിയെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി വസ്തുക്കൾക്ക് 140% വരെ നികുതി ഈടാക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആളാണ് ഇപ്പോൾ ചൈനയിൽ എത്തിയിരിക്കുന്നത്. ചൈനയിൽ ട്രംപ് എത്തുമ്പോഴുള്ള ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം പറഞ്ഞെങ്കിലും നമ്മുടെ പ്രശസ്തനായ കീലേരി അച്ചുവിനെ പോലെ പലതരം അഭ്യാസങ്ങൾ കാണിച്ചിട്ടും ചൈനക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. ഇപ്പോൾ ചൈനയിൽ ട്രംപ് എത്തുമ്പോൾ സ്വീകരിക്കാൻ വന്ന സംഘം ചൈനയുടെ സെറിമോണിയൽ വൈസ് പ്രസിഡൻ്റായ വാൻ സെങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് വിദേശകാര്യ ഉദ്യോഗസ്ഥരാണ്. പിന്നെ സ്വീകരണം നമുക്ക് കാണാൻ കഴിയും, എല്ലാം ചട്ടപ്പടിയുള്ള സ്വീകരണമായിരുന്നു. അതിൻ്റെ കൂടെ സേനാംഗങ്ങളുടെ മാർച്ച്, ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പണ്ട് 2014 ഒബാമ ചൈന സന്ദർശിച്ചപ്പോൾ നൽകിയ വളരെ ഊഷ്മളമായ സ്വീകരണമാണ്. ഈ രണ്ട് സ്വീകരണവും നമുക്ക് ലഭ്യമാണ്. ഈ രണ്ട് സ്വീകരണങ്ങളും കാണുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിൽ ഈ രണ്ട് സംഘവും തമ്മിലുള്ള ചർച്ച നടക്കുകയാണ്. ട്രംപിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇലോൺ മസ്ക് അടക്കമുള്ള 17 അമേരിക്കയിലെ വലിയ കമ്പനികളുടെ സിഇഒമാരാണ്. ഇപ്പോൾ ട്രംപ് ചൈനയിൽ എത്തിയിരിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാലാണ്. ഒന്ന്, എങ്ങും എത്താതെ നീങ്ങുന്ന ഈ ഹോർമൂസിലെ യുദ്ധം. അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് കഴിയുന്ന ഒരു ഏക രാഷ്ട്രം ചൈനയാണ്. ഷീ ജിൻപിങ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇറാൻ വല്ലതും കേൾക്കുള്ളൂ. അപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കൻ വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ഏർപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് ഒരു കാര്യം ഓർത്തിരുന്നില്ല. അതായത് പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റെയർ മിനറൽസും ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അവരത് കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോൺ മസ്കിൻ്റെ കമ്പനി മുതൽ എല്ലാ ഇലക്ട്രോണിക് രംഗത്തുള്ള എല്ലാ കമ്പനികളും പൂട്ടും. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഉടനെ തന്നെ അത് അങ്ങനെ ചെയ്യുന്നില്ല, ഇപ്പോൾ തൽക്കാലം തീരുവ കൂട്ടുന്നില്ല എന്നൊക്കെ ട്രംപ് പറയാനുള്ള കാരണം. പിന്നെ മറ്റൊരു പ്രശ്നം, അമേരിക്ക നേരിടുന്ന വലിയ വ്യവസായ പ്രതിസന്ധിയാണ്. ഈ യുദ്ധം അങ്ങനെ തുറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ലോക മേധാവിത്വം പൂർണ്ണമായിട്ട് അവസാനിക്കും. ചൈന ആകട്ടെ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയായിട്ട് മനസ്സ് തുറന്നിട്ടില്ല. ചൈനയും പല പ്രശ്നങ്ങളും ആഭ്യന്തരമായിട്ട് നേരിടുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തകർച്ച ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നത് ചൈനയുടെ എക്സ്പോർട്സിനെയും ബാധിക്കും. ചൈനയുടെ അമേരിക്കയിലുള്ള എക്സ്പോർട്സിനെ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിലേക്കുള്ള എക്സ്പോർട്സിനെയും അത് ബാധിക്കും. അപ്പോൾ ചൈനയിലും ഈ യുദ്ധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയുടെ തീരുവ നിലപാടുകളെല്ലാം തന്നെ ചൈനീസ് ഇൻഡസ്ട്രിയും ഉലക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ അതിലൊക്കെ എത്രയോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഹോർമൂസിലെ പ്രശ്നം എങ്ങനെയെങ്കിലും തീരണം, അത് തീരാൻ വലിയ സാധ്യമൊന്നും ട്രംപ് കാണുന്നില്ല. കാരണം ഇറാനെ കീഴടക്കാമെന്ന് വിചാരിച്ച 10 ദിവസം കൊണ്ട് കീഴടക്കാമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇറാനെ കീഴടക്കാനും സാധിച്ചിട്ടില്ല. അതുപോലെ ഇറാൻ്റെ ആയുധശേഷി കുറക്കുവാനും കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് നേരിടുന്ന പ്രതിസന്ധി. ചൈന ഒരു ദിവസം ഈ കയറ്റുമതി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കൻ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ, ഇലക്ട്രോണിക് ഇൻഡസ്ട്രി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ ട്രംപ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചൈനയുടെ സഹായം അഭ്യർത്ഥിക്കാനാണ്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചൈനയ്ക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ചൈന ട്രംപിന് നൽകിയ സ്വീകരണം വളരെ ഔദ്യോഗികമായിരുന്നു. നമുക്ക് ഗ്രേറ്റ് ഹാളിലെ ചർച്ചയിൽ തന്നെ ഷീ ജിൻപിങ്ങും അതുപോലെ തന്നെ ട്രംപിൻ്റെയും ശരീരഭാഷയിൽ നിന്ന് തന്നെ ട്രംപ് എത്രത്തോളം സഹായനാണെന്നുള്ളത് കാണാൻ സാധിക്കും. വന്നിറങ്ങിയത് മുതൽ ട്രംപ് വളരെയധികം സന്തോഷം ഭാവിക്കുകയും അതുപോലെ തന്നെ വളരെയധികം സൗഹൃദം പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഷീ ജിൻപിങ്ങും ചൈനീസ് ഉദ്യോഗസ്ഥരും ഒരു ഔപചാരികതയിൽ കവിഞ്ഞ ഒരു ബന്ധമൊന്നും ഉള്ളതായിട്ട് അവർ നടിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ചൈനക്ക് മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ചൈനയുടെ അപ്രമാദിത്വം
US അംഗീകരിക്കുന്നതോടുകൂടി പിന്നെ ഒന്നാം ശക്തിയായിട്ട് ചൈന മാറുക തന്നെ ചെയ്യും. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ നിന്നാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാവുന്നത്. ട്രംപിന് ഇപ്പോൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്ന് പറഞ്ഞ പോലെ യാതൊരു കാര്യവുമില്ലാതെ ഹോർമൂസിൽ ഇസ്രായേലിലെ സയനിസ്റ്റ് ലോബിയുടെ ഉപദേശം കേട്ടുകൊണ്ട് എടുത്തിയാടുകയും അവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇറാൻ്റെ 70% മിസൈലുകളും നശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവയെല്ലാം തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കുമായിട്ട് അടുത്തിരിക്കുന്ന പ്രദേശങ്ങളിലാണ്. അവിടെയാണ് ഹോർമൂസ് കടലിടുക്കിലെ യാത്ര നിയന്ത്രിക്കുന്നത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയുടെ വളരെ വലിയ യുദ്ധക്കപ്പലുകൾ നിരന്നിരിക്കുന്നത്. ഒരു കൈവിട്ട യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഇറാന് നശിപ്പിക്കുവാൻ സാധിക്കും. ഇത് എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി US യുദ്ധത്തിൽ തോറ്റതായിട്ടും വരും. യുദ്ധച്ചെലവുകൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിനെതിരായിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് മൂവിന് വരെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കമലാ ഹാരിസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയിൽ വളരെ മോശമായ ഭാഷയിലാണ് ട്രംപിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. അതാണ് US ജനങ്ങളുടെ പൊതുവികാരം. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരണമെന്നുണ്ടെങ്കിൽ ചൈന കനിയണം. അപ്പോൾ അങ്ങനെ ചൈന കഴിഞ്ഞാൽ മാത്രമേ ഇറാൻ കേൾക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് എന്തെങ്കിലും അവസാനം വരുള്ളൂ. പിന്നെ ഈ കൂടെ വന്നിരിക്കുന്ന 17ഓളം വലിയ കമ്പനികളുടെ CEO അവർക്ക് അവരുടെ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിലും ചൈന കനിയണം. അപ്പോൾ ഈ രീതിയിൽ ഒരു സഹായാഭ്യർത്ഥനയുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ ചൈനയിലെത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ ശരീരഭാഷയിൽ നിന്ന് അത് വ്യക്തമാണ്. ചൈനയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ എന്താണ് തീരുമാനിക്കുക എന്നുള്ള ഒരു ഭാവത്തിലുമാണ്. 13-ാം തീയതി അവിടെ ട്രംപ് എത്തിയിട്ടുണ്ട്. ഇനി 14-15 തീയതിയിൽ ചർച്ച നടക്കും. ചർച്ച നടന്നതിന് ശേഷം അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് അപ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ചൈനക്കാർ പൊതുവേ മനസ്സ് തുറക്കുന്നതിൽ വിമുഖരാണ്. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഷീ ജിൻപിങ്ങും സ്വീകരിച്ചിരിക്കുന്നത്. ട്രംപ് വരികയും ട്രംപ് അവരോട് വളരെ ഒരു സഹായാഭ്യർത്ഥന ചെയ്യുന്ന രീതിയിൽ പല കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ട്രംപ് ചൈനയിലെത്തിയതിന് ശേഷം അമേരിക്കയ്ക്ക് ലഭിക്കാൻ പോകുന്നതെന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ ഒന്നാം ശക്തി എന്നുള്ള ട്രംപിൻ്റെ ആ അഹങ്കാരത്തിന് വലിയ ഒരു ക്ഷതമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.